ഹലോ ഹലോ ഇതാരാ ബ്രോ എലി കാണാൻ വന്നതാണ് എലി ഇങ്ങോട്ട് വിളിച്ചു എലി ഇത് നമ്മളെ എലി ഇതാ ഓ ഡ്രൈവർ മൈ ഫ്രണ്ട് Oh, Babu! years and years where were you Was in Tehran. Where you? I was in TV Gangos Oh, welcome back welcome, welcome. ഓക്കെ അപ്പഴേ എന്താണ് പരിപാടി ഇവിടെ എന്താ പരിപാടി ഓ അപ്പുറത്തുള്ള കണ്ണടിച്ചു പോയോ എന്റെ കണ്ണ് പോയതാണോ നിന്നെ കെട്ടിപ്പിടിച്ചതോടുകൂടി എന്റെ കണ്ണ് പോയോടെ അത് ഇത്തിരി ഷോക്കാണേ നമ്മളിത്തിരി ഷോക്കാണേ എലി അതല്ല പരിപാടി എന്തേ മുരളി ഇന്ന് വരുന്നുണ്ട് അപ്പുറത്തുള്ള ഗ്യാങ്സുകാരെ കണ്ടാ അവൻ എന്റെ പെടലി അടിച്ച് കറക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ അടിച്ച് കറക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വായിക്കാൻ പഠിച്ചോണ്ടിരുന്നു എലി ഓ കാണിക്കാൻ കൊണ്ടുവന്നെ അപ്പൊ അതാണ് ഗ്യാങ്സ് ഇത് വെച്ചോ താങ്ക് യു അനക്കാണ് എന്താണ് നീ കൊടുക്കുന്ന ഇവന് റിപ്പയർ എന്തെങ്കിലും ഡാമേജ് വന്നാൽ ശരിയാക്കിയാ മതി ധൈര്യമായിട്ട് എന്റെ ദേഹത്ത് തൊടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നണ്ടാ അത് പറ്റത്തില്ല കുളിക്കാതെ നനയ്ക്കാതെ പുഴുത്ത് നാറി നടക്കണ എലിയുടെ ദേഹത്തൊക്കെ വന്ന് തൊടാനോ കാണണോല്ലോ എലി ധൈര്യമായിട്ട് ഞാനിരുന്ന് അടിച്ചത് മൊത്തം വായിത്താളം അടിച്ചത് കാറിലിരുന്നല്ലേടാ അവന്മാർക്ക് തൊടണമെങ്കിൽ കാർ തുറക്കണ്ടേ അല്ല ഇത് ബ്രോ ഇത് ഗ്യാങ്ങിലുള്ളതാണോ അല്ല ഞാൻ ബ്രസീലൻ ചുപ്പാണ്ടി ജമാലു നിങ്ങൾ പോക്കായമ്പത്തൂറ അപ്പൊ നീ എന്നെ കണ്ടിട്ട് പോവാൻ വന്നതാണ് അല്ല ഇവിടുത്തെ കാര്യം നിങ്ങളൊന്ന് തീർത്തിട്ട് ഇവിടുത്തെ കാര്യം നിങ്ങളൊന്ന് തീർത്തിട്ട് വെളിയിൽ വരുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയല്ലേ ആണോ കഴിഞ്ഞ അവരുമായിട്ട് അനിയത്തിയാ എന്റെ അമ്മയുടെ കൂടെ പഠിച്ചതാണ് എലി അല്ല അവരോടുള്ള ഒരു മിനിറ്റ് എലി എന്താണ് പ്രശ്നം എന്താണ് അവരോടുള്ള പ്രശ്നം എന്താണ് പറയാം നമ്മൾ തീർപ്പാക്കി തരാം ചന്ദ്ര ഞാൻ തീർത്ത് ബാബു അതൊക്കെ ഇതൊക്കെ എന്താ പ്രശ്നം പറ എലി അവരെന്ത് പറഞ്ഞു അവർക്ക് എന്താ പ്രശ്നം എന്ന് പറയില്ലേ ഞാൻ ഇപ്പൊ സോൾവ് ആക്കി തരാം അവര് സത്യം പറഞ്ഞ ഇങ്ങനത്തെ പെമ്പിള്ളാരെ കണ്ടിട്ടില്ല എന്നെ പോലുള്ള പെമ്പിള്ളേരെ കണ്ടിട്ടില്ല അറിയത്തില്ല നമ്മളെ പോലുള്ള പെമ്പിള്ളേര് ജീവിച്ചിരിക്കുന്നു അവരിപ്പോഴും വരെ മണ്ണിന്റെ അടിയിൽ മാന്തി നോക്കിയായിരിക്കും ഇതിന്റെ ഒക്കെ ഫോസിൽ കിട്ടുമെന്ന് എലി ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ടുള്ള കാര്യമുണ്ടോ എലി ബാക്കി പറ എടേ അപ്പൊ അവന് ഞാൻ തിരിച്ച് അവന്റെ അടുത്ത് പറഞ്ഞപ്പോ അവൻ ഈഗോ അവൻ പറയുന്നത് അവന്റെ മീശ പോലും അനങ്ങത്തില്ലെന്ന് ഞാൻ നിന്റെ മീശ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ അതിനെല്ലാം ഞാൻ വായത്താളം തിരിച്ചു പിന്നെ അറിയില്ല നമ്മൾ ഈ വായത്താളത്തിന് മാത്രമേ തിരിച്ചു കൊടുക്കത്തുള്ളൂ ഗണ്ണങ്ങാനും എടുത്ത് അന്നേരം ഞാൻ കാർ കൊടുക്കേണ്ടി വരും കാരണം നമുക്ക് അതിനുള്ള കഴിവ് ദൈവം ഇപ്പഴേ അതൊക്കെ പോട്ടില്ലേ അവന്മാരുടെ പ്രശ്നമില്ലേ അവന്മാരെ ഗ്യാങ്ങോത്തിന്റെ വന്ന് സംസാരിക്കണതുണ്ടോ ഞാൻ അവരുടെ ഗ്യാങ് ഹൗസിലോട്ടാണല്ലോ വന്നത് അതിന്റെ ഫ്രണ്ടിൽ നിന്നാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഇല്ല ഇങ്ങോട്ട് വേറൊരു കേസ് എനിക്ക് സംസാരിക്കണ്ടല്ലോ ഞാൻ പെണ്ണ് കിട്ടിയോടെ നിനക്ക് അതൊന്നുമല്ല ഇനി ഞാൻ സിറ്റി വന്നപ്പം മൊത്തം കേട്ടൊരു കാര്യമാണ് മുരളിയുടെ സിവിൽ എത്താതെ എനിക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ് ആരാണ് ഈ ഡെക്കു ആ എനിക്ക് പുതിയ ബോയ് ഫ്രണ്ട് സെറ്റ് ആയിന്നാണല്ലോ അറിഞ്ഞത് ഞാൻ ബാബു ആ അങ്ങനെ എനിക്ക് ഒരാൾ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് ഞാൻ വാസണന്റെ മുമ്പിൽ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്റെ പൊന്ന് ബാബു എന്റെ ഈ സൗന്ദര്യവും ബുദ്ധിയൊക്കെ ഇത് പറഞ്ഞു എന്നെ ടോർച്ചർ ചെയ്യല്ലേ ദൈവം ഇത് കൊറേ നേരം പ്ലീസ് ഈ ഒരു വാക്കൊന്ന് കുറയ്ക്കാവോ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് കൊണ്ടല്ലേ ബാബു ഇല്ലാത്ത നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാത്തത് എന്റെ പക്ഷെ ഈ മുഖത്ത് തന്നെ ഞാൻ വീണ്ടും നോക്കണ്ടെന്ന് ആലോചിക്കുമ്പോഴേ കേട്ടിട്ട് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ബാബു എനിക്ക് എന്റെ മാത്രം എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലടാ ഇപ്പൊ ഉണ്ടോ ഇപ്പോഴില്ല അതാണ് ഒരിക്കലും ഉണ്ടാവൂല ഇനി റിയാലിറ്റിയിലോട്ട് വാ ഈ ഇതിന്ന് മാറിയിട്ട് ഈ നാട്ടുകാരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ വാസുവാണ് എന്റെ ആത്മാർത്ഥ പ്രണയമാണെന്ന അങ്ങനെയാണ് പക്ഷെ പുള്ളിക്ക് അല്ല അത് നമുക്ക് അത് അങ്ങനെ പറഞ്ഞവന്മാരെ അടിച്ചു കിടക്കണില്ലേ അത് ഞാനെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പറയാം ഞാൻ സംസാരിച്ചോളാം ബാക്കി അത്രേ ഉള്ളൂ നീ വലിയ ഇഷ്ടത്തിലാണോ
അല്ലല്ല ഇതാ എന്റെ പിള്ളേർ എന്റെ അനിയന്മാർ അനിയന്മാരാണോ എന്താ അങ്ങനെ പറയുന്നേ? അല്ലല്ല എലിയും ഡെക്കുമായിട്ട് ഒരു റിലേഷൻ ആണ്. അത് എനിക്ക് കറക്റ്റ് സത്യാവസ്ഥ അറിയാം. അങ്ങനല്ല ഏതോ വലിയ ബിസിനസ് ഒക്കെ ഒരു എലി പുതിയ ഏതോ ബിസിനസ് ചെയ്യാൻ പോകുന്നു, പാർട്ട്ണർ ആക്കാന്നോ മറ്റു നമ്മള് കേട്ടു. അത് നമുക്കെതിരെയുള്ള ശത്രുക്കളെ മിത്രമാക്കാൻ പോകുന്നില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾ തുടങ്ങാനിരുന്ന ബിസിനസ് ചട്ടി കച്ചവടമാണ്. അപ്പൊ നിന്റെ കച്ചവടം എന്താണ്? ശത്രുക്കളാണോ അവൻ? ആ SRR ഡെക്കു, അതെ അതെ അതെ, അത് തന്നെയാണ് എക്സാക്ട്ലി ചോദിക്കുന്നത്. ബാബു, ഞാന് മുതുക്കിന്നപ്പോ അവൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജട്ടി കച്ചവടം ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു ഞാൻ കുറച്ച് മലേഷ്യന്ന് ജട്ടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് സെല് ചെയ്യാൻ റെഡി ആവണോ? അപ്പൊ ഞാൻ പറഞ്ഞു ആണെന്ന്. അത്രേ ഉള്ളൂ. അത്രല്ലോ. എന്നിട്ട് പിന്നെ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയത്? ഒരു ബിസിനസ് രണ്ട് പാർട്ട്നേഴ്സ് ആകുമ്പോ ബൈക്ക് കയറി ബാബു, നീ ഒരുമാതിരി മറ്റേ 90 ഇത് ഞാൻ തരുന്ന വെറും ട്രെയിലാണ്. ഈ 90 80 അമ്മാവനാണ് വരാൻ പോകുന്നത്, എലിയുടെ കാമുകൻ. അല്ല ഇത് ഇല്ല മുരളി, ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മുടെ വൈനല്ലാതെ വേറെ ആരെ വൈന്ന് അറിഞ്ഞാലും മുരളി അത് കാരണമാക്കി എടുത്ത് എലിയെ ഒഴിവാക്കും. നമ്മളാകുമ്പോ ഇത് ഇങ്ങനെയൊക്കെ ഒരുത്തന്മാര് പറഞ്ഞു തുടങ്ങി അത് സത്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി തരാം. എടാ എനിക്ക് അങ്ങനത്തെ ഒരു അവൻ എന്റെ പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ ആവാൻ തയ്യാറായ ഒരു മനുഷ്യൻ. ലൈഫ് പാർട്ട്ണർ അല്ല, അത് വേറെ പാർട്ണർ ഉണ്ടല്ലോ. പാർട്ട്ണർ അമ്പത്തിന് നീ ഓവർ എടുത്തെങ്കിലേ എലി. ഇപ്പോഴേ ഞാൻ ഉദ്ദേശിക്കുന്നത് എലി ഇത്രയും നാളെ ഇങ്ങനെയോ ആയിക്കോട്ടെ, മലയാളി ഇങ്ങനെ വിടാൻ പറ്റില്ല. എലിയും മലയാളിയും പഴയ പോലെ ഒരുമിച്ച് നിങ്ങൾ ഇനി ജീവിക്കണം, മനസ്സിലായില്ലേ? എലി അത് ഇത്രയും കാലം ഞാൻ ഇതിൽ ഇടപെട്ടില്ല, ഇപ്പൊ ഞാൻ ഇതിൽ ഇടപെടണമെങ്കിൽ അതിനർത്ഥം ഇത് വീണ്ടും പഴയ പോലെ ആകാൻ പോകുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പം എലി മാത്രം ഒന്ന് ഇങ്ങോട്ട് 51 വന്നേ, ഇങ്ങോട്ടേ. അല്ല ഞാൻ പറയാം എലി ഇത് എലിയുടെ മാത്രമാക്കി തരാം. മുരളി ഫുൾ ടൈം എലിയുടെ വാലും പിടിച്ച് പുറകെ നടക്കും, സാരി തുമ്പിലാക്കി തരാം ഞാൻ മുരളി. എലി ഒരു 20 കോടിയുടെ ചെലവുണ്ട്. സാരി ഉടുക്കില്ലെങ്കിൽ വല്ല ഷോളും ചൂടുക, അല്ലെങ്കിൽ ഈ ഷർട്ട് ഈ അരിയിൽ ഉടുത്തിങ്ങനെ ദേഹത്തിടാനുള്ള ഷർട്ട് എടുത്ത് അരിയിൽ ഉടുത്തോണ്ട് നടക്കുന്നില്ലേ, അതിന്റെ തുമ്പി പിടിപ്പിക്കാം നമുക്ക്. ഇത് മനസ്സിലായില്ലേ? മുരളി വരുമ്പോ എടുത്തിടാൻ വേണ്ടി ഇപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുൾ എലി പറയുന്ന പോലെ മുരളിയുടെ അടുത്ത് എലിയെ കൂവാൻ പറഞ്ഞാൽ കൂവും, ചാടാൻ പറഞ്ഞാൽ ചാടും. എലിയുടെ ഭർത്താവ് അങ്ങനെ ആയി നമ്മുടെ ഏൽപ്പിച്ച ആയി. ഇല്ല അപ്പം നമ്മൾ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൂജയാണ്. പകുതി പൂജയും പകുതി നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമവുമാണ്. അപ്പം മാലാകരത് തപസ് ചെയ്യാൻ പ്രശ്നമില്ല, തപസ് ചെയ്യാം. ഇല്ല എനിക്കത് കുഴപ്പമില്ല 50 ടെൻഷൻ ആവില്ലേ നീ? വാസുവണ്ണന്റെ അരയിൽ ഒരു ഏലസ് ജപിച്ച് കെട്ടണം. ഓ അത് കേട്ടാ അത് പുള്ളി ഓൾറെഡി പേടിച്ച് തൂറാതിരിക്കാനും പിന്നെ വാറിലിറങ്ങുമ്പോ വെടികൊള്ളാനും പിന്നെ എനിക്ക് തോന്നുന്നു വേറെ എന്തിനൊക്കെ വേണ്ടി ഒരു 5-6 ചുറ്റിട്ടുണ്ടായിരില്ല. എന്തായാലും അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ കിട്ടുമ്പോ ആൾ അറിയൂല എന്തായാലും. ഇവിടെ ആ ഏലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ അടുപ്പിക്കാതിരിക്കാനുള്ള ഏലസാണ്. എലി ഒരു പെണ്ണെങ്കിലും അടുക്കാൻ വേണ്ടി ഒരു ഏലത്ത് കൊണ്ടുവന്ന് കിട്ടിയാലേ എലിയെങ്കിലും ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉള്ള കാര്യം പറയാലോ. ആ ഏലസി എന്റെ പേര് മാത്രമേ ആവാവുള്ളൂ, മനസ്സിലായി? അതൊക്കെ പൂജാരി ചെയ്തോളൂ, നീ പറഞ്ഞാ മതി. ശരി. പക്ഷെ എലിക്ക് എന്തായാലും ഇത്രയും പയ്യന്മാരൊക്കെ ബാക്കപ്പ് ഉള്ളല്ലേ, ഒരു 15 കോടി എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. 5 കോടി നമ്മുടെ മറ്റേ വേണ്ടി കമ്മീഷൻ, 15 കോടി സാമിക്ക് കൊടുക്കേണ്ടതാണ്. 15 കോടി ഒരു ഏലസിനല്ല, മൊത്തം ട്രീറ്റ്മെന്റിന് കൂടെ. എലിയിരുന്ന് മാത്രമാവും വാസു അണ്ണൻ മൊലാലി. വേറെ പെണ്ണുങ്ങളോടെ പോയിട്ട് പിന്നെ ബാസേട്ടന്റെ അടുത്തൊന്നും വരുന്നത്. ബാസേട്ടന് വേറെ തിരക്കൊക്കെ ഉള്ളത് പഴയപോലൊന്നല്ല. അല്ല എനിക്ക് കുഴപ്പമില്ല. ലാസ്റ്റ് മറ്റേ ഇത് വാസു ജൂനിയർ വന്ന് നിന്നിട്ട് അച്ഛാന്ന് വിളിക്കുമ്പോ സൈഡിൽ നിന്ന് കരയരുത്. അത്രേ ഉള്ളൂ. അപ്പൊ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിയിരുന്ന് മാത്രം, മനസ്സിലായില്ലേ?
ഏലസ് പക്ഷെ ഉറപ്പായിട്ടും കെട്ടണം. ഏലസ് ഉറപ്പാണ്, ഉറപ്പായിട്ട് ഏലസ് എനിക്ക് കാണാൻ പറ്റും പോലെ. ഞാൻ എങ്ങാണ് ഇത് പച്ചിപ്പീരാണെന്നെങ്ങാണോ അറിഞ്ഞ് ഏലസ് അരയെ കണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാസുകൊണ്ടന്റെ അരയിൽ പോയി ഏലസ് എന്റെ ബോയ് ഫ്രണ്ടിന്റെ അരയിൽ പോയി ഞാൻ ഏലസ് തപ്പുന്നതിന് നിങ്ങൾ അത് കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ എലിന്നൊരു ടാറ്റു കൂടെ അടിപ്പിച്ചാലേ മുലലിയെ കൊണ്ട്. നെഞ്ചത്തടിക്കണം. 5 കോടി അതിന്. പിന്നെ ഇതൊക്കെ കൺവിൻസ് ഉണ്ട്. നെഞ്ചത്തുണ്ട് പുറത്ത് 4.5 അമ്പത്തൂര് അതിന്. 4.5 5 ചെസ്റ്റിന് 5 അല്ല എലി ഇതൊക്കെ എങ്ങനെ കാണും സമയത്തിന്? ഏലസ് പുറത്തോടെ കാണാം, ടാറ്റു ഒന്നും പറ്റത്തില്ല എലി. അത് വേണ്ട, 15 കോടി നമുക്ക് ഏലസിന്റെ കാര്യം ഞാൻ റെഡിയാക്കി തരാം. എലിയുടെ ചുറ്റും ഇങ്ങനെ നടക്കും. മരി 50 ഇവൻ നടക്കുന്ന പോലെ ഒരു പ്രാന്തനെ പോലെ നടക്കും മലയാളി. ഇങ്ങനെ കണ്ട ഇങ്ങനെ എലി 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 എന്ന് പറഞ്ഞ് നടക്കാം. അത് ഞാൻ ഏറ്റ്. സ്വപ്നമായിരിക്കത്തില്ല, അതൊക്കെ സ്വപ്നമല്ലേ ശരിക്കും, അത് റിയാലിറ്റി ആണെന്നാണ്. കൊടുത്തരാം ടൈം ഔട്ട് ബാൻ കൊടുത്തരാം. എലിയുടെ പേരിലൊരു കാർ പണ്ട് ജൂജിന്റെ കാർ എങ്ങനെ കൊണ്ടുവരുന്നത് അതേപോലെ എലിയുടെ കാർ നടക്കും 24/7. പേരെഴുതിയ കാർ എടാ ഈ വീടിന്റെ ഈ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ എലി ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കണം. പറ്റത്തില്ല എന്നാ വേണ്ട. അല്ല ഏത് വീടിന്റെ? ഈ വീടിന്റെ ഫ്രണ്ട് ചെയ്താ ഗ്യാങ്സിന്റെ പെണ്ണുങ്ങളെ പേര് നമുക്ക് രണ്ടുപേർക്ക് പിന്നെ നിങ്ങളൊക്കെ കൂടെ കല്യാണം കഴിഞ്ഞ്. ഓ നിങ്ങളുടെ വീട് ഓക്കെ, അതിലെഴുതാം, അത് പ്രശ്നമില്ല. പിന്നെ അല്ല അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വാസന്റെ അടുത്ത് പറഞ്ഞു. എനിക്കറിയാം. അതിന് പൂജാരി ഞാൻ വെച്ചോളാം, വേറെ പൂജാരി. എലി അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് തൊട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അഡ്വാൻസ് ആയിട്ട് ഒരു 1.5 കോടി രൂപ ഒപ്പിച്ച് വെക്കണേ. നമ്മൾ പോയിട്ട് വന്നിട്ട് വിളിക്കാം. 1 കോടി രൂപ ഒപ്പിച്ചാൽ മതി അല്ലേ 50 രൂപ? പെടുന്ന എടാ മുരളി ഇപ്പൊ സെറ്റ് വരും. എലി ഞാൻ വിളിക്കാം. മുരളി ഇപ്പൊ വരും. നമുക്ക് പോവാ. എന്റെ ഗ്യാങ് ഫണ്ട് സെറ്റ് നിന്റെതോ? അപ്പൊ എനിക്ക് വേണ്ടി കുറച്ച് ഗ്രൈൻഡ് കിടക്കട്ടെ 50 രൂപ. എടാ ഇത് 15 അല്ലേ, ഒരു 5 കൂടെ വേണമല്ലോ. അത് 5 നീ സെറ്റ് ചെയ്താൽ മതി. അതൊക്കെ സെറ്റാണ്. ഇത് എങ്ങനെ മുലയുടെ തലയിലാക്കുമെന്നാണ് ഇനി എനിക്ക് ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലേ? കുറച്ച് സമയം എടുക്കും. ഏതൊക്കെ നമ്മള് കെട്ടുന്ന വെച്ചാൽ എന്നും വന്ന് ആലോചിച്ച് വെക്ക്. അതോ വാസോനെ കിട്ടിയില്ലെങ്കിൽ എന്നും വന്ന് പാറ്റൂര് നോക്കി കഴിഞ്ഞാൽ അന്നേരം അതില്ലെങ്കിലോ ഏലത്തില്ലെങ്കിലോ അപ്പൊ നമ്മള് മുന്തില്ലേ? ശരിയാണ്. അരയിലൊരു ഏലസ് അത് റെഡിയാക്കി കൊടുക്കാം.